ചേച്ചി എനിക്കൊരു കാര്യം പറയാൻ ഉണ്ടായിരുന്നു. ഓ, എന്റെ പ്രാക്ടീസ് മുടക്കാനായിട്ട് വരെയാണ്. അല്ല, എടി നീ ആ ഇടി ഒന്ന് നിർത്തിക്കേ. എന്ത് ഇടി നിർത്ത് ഇടി നിർത്തടി. ആ പറ. നിനക്കും കൂടെ ഉപകാരപ്പെടുന്ന ഒരു കാര്യമാ. എനിക്കും കൂടെ ഉപകാരപ്പെടുന്ന. ഓ ഇങ്ങ് വാ പറയട്ടെ. അതെ, എന്റെ ഫ്രണ്ട് മീനു ഇല്ലേ, മീനുന്റെ അമ്മൂമ്മയുടെ ബർത്ത്ഡേ ആണ്. ഓ, നിന്റെ ഫ്രണ്ട് മീനിന്റെ അമ്മൂമ്മ. എന്റെ വക ഒരു ബർത്ത്ഡേ വിഷസ് പറഞ്ഞേക്കാം. ശരി, താങ്ക് യു. പറയാം. ഓക്കെ, അതല്ല, ഞാൻ വേറെന്തോ പറയാൻ വന്നു ഇപ്പൊ. എന്തോന്നു? അതല്ലത്. അല്ല, നീ എനിക്കെന്തോ ഉപകാരമുള്ള കാര്യം എന്ന് പറഞ്ഞു. ഉപകാരമുള്ള കാര്യം അത് മറന്നുപോയി. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാ, അപ്പം വേണമെങ്കിൽ കേട്ടോ. പറ. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാ, അവളുടെ അമ്മൂമ്മയുടെ ബർത്ത്ഡേ ആണ്. അപ്പൊ അവൾ ഒരു ചെറിയ ട്രീറ്റും കാര്യങ്ങളും പോലെ നടത്തുന്നുണ്ട്, ഒരു ചെറിയ പാർട്ടി. അപ്പം അതിന് വേണ്ടിട്ട് ഞാനും കൂടി വരണോ? നീ വരണ്ട. പിന്നെ നിന്നവിടെ ആർക്കറിയാം, നീ വരണ്ട. അതല്ല, നീ എനിക്കൊരു 500 രൂപ തന്ന് സഹായിക്കണം. ഇതാണ് എനിക്കുള്ള ഉപകാരം. ഓ, ഇതെനിക്ക് ഉപകാരമല്ല, ഉപദ്രവമാണ്. അയ്യോ, അങ്ങനെയല്ല. എടി, നീ എനിക്ക് ചുമ്മാ തരണ്ടടി, വെറുതെ ഒന്നും തരണ്ട. ഞാൻ തിരിച്ചു തരും നിനക്ക്. ഞാൻ എന്തായാലും ഞാൻ തിരിച്ചു തന്നിരിക്കും. തിരിച്ചു തരുമെന്ന് വെച്ചാൽ ഞാൻ പഠിച്ചോണ്ടിരിക്കുകയാണല്ലോ. വലുതാകുമ്പോ ജോലി കിട്ടുമല്ലോ. ജോലി കിട്ടുമ്പോ എന്തായാലും ഞാൻ തിരിച്ചു തരുമല്ലോ. തരൂ, കടമായിട്ടെങ്കിലും തരൂ. അതെ, എന്റെ കയ്യിൽ ഒട്ടായിരുന്ന പൈസക്ക് ഞാൻ ഇയർ റിങ്സ് മേടിച്ചു. ഇനി നുള്ളി പറക്കിയ ഒരു 100-200 രൂപ കാണും. ഒന്നുമില്ല കയ്യില്? ഒന്നുമില്ല. അഥവാ ഉണ്ടെങ്കിൽ തന്നെ എന്റെ പൊന്നു മോക്ക് ഞാൻ തരാൻ ആഗ്രഹിക്കുന്നില്ല. അത് ചേച്ചി, ഞാൻ പറഞ്ഞില്ലേ, നിനക്കും കൂടെ ഉപകാരപ്പെടുന്ന കാര്യമാ ഇത്. അല്ല, ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ. മീനുവിന്റെ അമ്മൂമ്മേരെ ബർത്ത്ഡേ എന്നല്ലേ പറഞ്ഞ? അത് മീനു അല്ലേ ട്രീറ്റ് ചെയ്യണം? നിനക്ക് നീ എന്തിനു ട്രീറ്റ് ചെയ്യണം? ഞാൻ ട്രീറ്റ് ചെയ്യുന്നതല്ല, അത് പിന്നെ നമ്മള് ഗിഫ്റ്റ് മേടിക്കണം. അമ്മൂമ്മക്ക് എന്തെങ്കിലും കൊടുക്കണ്ടേടി, അല്ലാതെ ചുമ്മാ അവിടെ ചെന്നിരുന്ന് നമുക്ക് വെട്ടി വിഴുങ്ങാൻ പറ്റത്തില്ലല്ലോ. മീനുവിന്റെ ബർത്ത്ഡേക്കാണ് നീ ഗിഫ്റ്റ് വാങ്ങിച്ചു കൊടുക്കുന്നെങ്കിൽ അതിനൊരു അർത്ഥമുണ്ട്. ഇത് അമ്മൂമ്മയുടെ അല്ലേ? ഇടി, നമ്മൾ അമ്മൂമ്മയ്ക്ക് ഗിഫ്റ്റ് മേടിച്ചു കൊടുക്കുമ്പോ അമ്മൂമ്മയുടെ കണ്ണൊക്കെ നിറയും സന്തോഷം കൊണ്ട്. അയ്യോ, അതിന്റെ കിട്ടുന്ന പുണ്യം ഉണ്ടല്ലോ, ആ പുണ്യം മൊത്തം നീ എടുത്തു. എനിക്ക് വേണ്ട. എനിക്ക് ആ പുണ്യം വേണോന്ന് ഒരു ആഗ്രഹവും ഇല്ല. പിന്നെ പുണ്യമൊക്കെ വേണോന്ന് ആഗ്രഹിക്കുന്ന ഒരാളുണ്ട്. അതാര്? നിന്റെ അച്ഛൻ. അച്ഛനെ വിളിക്കല് ഇറങ്ങി, എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞു തീർക്കാം നമുക്ക്. ഞാൻ അച്ഛനെ വിളിച്ചതല്ല, അച്ഛൻ ആഗ്രഹിക്കുന്നുണ്ട് ഇതൊക്കെ. അപ്പൊ നീ അച്ഛനോട് ചോദിക്കും. അച്ഛനോട് ചോദിച്ചിട്ട് വേണം. 100 കണക്കിന് പ്രാരാബ്ദ അച്ഛൻ എൻ്റെ അടുത്ത് ഇങ്ങോട്ട് പറയാം. എനിക്ക് രാവിലെ തന്നെ അത് പറ്റൂല. എന്നാ വേണ്ട. അപ്പൊ നീ തരൂലെന്ന് ഉറപ്പാണ്? എന്റെ കയ്യിൽ 1 രൂപയില്ല, ഞാൻ പറഞ്ഞല്ലോ. അഥവാ ഉണ്ടെങ്കിൽ പോലും നിനക്ക് തരാൻ ഉദ്ദേശിക്കുന്നില്ല. ഉദ്ദേശിക്കുന്നില്ല? ഇല്ല. ഇല്ലല്ലേ? എടി, നീ ഈ പൂത്തി വെച്ചേക്കുന്ന കാശുണ്ടല്ലോ, അതെല്ലാം കൂടെ പൂത്തൊരുമാതിരി ചെതലരച്ച് പോടി. അത് ഞാൻ അങ്ങ് സഹിച്ചു. എടി, നിന്റെ ജീവിതം ഉണ്ടല്ലോ ഇതുപോലെ ഇടിച്ച് തീരോടി. ഓ, സന്തോഷം. അതാണ് എന്റെ അന്ത്യ അഭിലാഷം. എന്റെ പൊന്നു മോളെ, നിന്റെ നാവ് പൊന്നാവട്ടെ. നിന്റെ അന്തി എന്റെ കയ്യിൽ താണ്ടി പോണി. പോ. മണി കഴിഞ്ഞില്ലേ മണി? അവിടെ നട അടയ്ക്കും, നമുക്ക് പെട്ടെന്ന് പോയി ഇതൊക്കെ വന്നിട്ട് ചെയ്യാം. മണി, സ്വന്തം വീടിന്റെ അടുക്കള നരകമാക്കിയിട്ടിട്ട് അമ്പലത്തിൽ പോയി തൊഴുതാ വല്ല പുണ്യം കിട്ടുമോ? വീടിന്റെ അടുക്കളയെ അമ്പലം പോലെ സൂക്ഷിക്കണം എന്നാണ്. എന്നാ പിന്നെ നമ്മൾ അമ്പലത്തിൽ പോകേണ്ട കാര്യമില്ല, നീ വന്നിട്ട് ചെയ്യാം. ഇതൊക്കെ പിള്ളേര് ചെയ്തോളും. വാ, നിങ്ങൾ പിള്ളേരല്ലേ ചെയ്ത് തീർക്കണ്ടേ വല്ലതും. പിങ്കി വിളിക്കാം, അവള് ചെയ്യും. നിന്നെ വിചാരിച്ചതേ ഉള്ളൂ. മക്കളെ, നീ ഈ പണികളൊക്കെ ഒന്ന് ചെയ്ത് തീർക്കും. ഞങ്ങൾ അമ്പലത്തിൽ പോയിട്ട് വന്നു, സമയം കഴിഞ്ഞു പോയി. മോളെ, എന്തോന്ന് വെച്ചാ എന്നെ കാണുമ്പോ പണിയാ എന്തോന്ന് കുപ്പിന്ന് ഭൂതോ? അതിപ്പോ ആര് പണിയൊന്നും? അച്ഛനല്ലേ നേരത്തെ പറഞ്ഞ ഡൈനിങ് ടേബിൾ ഒന്ന് തുടച്ചിടാൻ? അമ്മ എന്റെ അടുത്ത് പറഞ്ഞില്ലേ മുറ്റമൊക്കെ ഒന്ന് തൂത്തിടാൻ? എന്നിട്ട് നീ അത് ചെയ്തില്ല. അത് ചെയ്യാൻ വേണ്ടി വന്നപ്പോഴാണല്ലോ ഇപ്പൊ ഈ പണി വന്നത്. എന്തോന്ന് കഷ്ടം ഇത്. ഒരു കാര്യം നടക്കത്തുമില്ല, സമയം പോണം. അതുകൊണ്ടാണ്. ഓക്കെ എന്നാ ഒരു ഡീലുണ്ട്. ഞാൻ പണിയൊക്കെ ചെയ്യാം, പക്ഷെ അതിന് തക്കതായ ചെറുതായിട്ട് രീതിയിൽ ഒരു കൂലി എനിക്ക് തരാം. കൂലിയാ? അല്ല, മനസ്സിലായില്ല. എന്തോന്നു? അതിപ്പം ഉദാഹരണത്തിന്, നമ്മൾ ഈ വീട്ടില് നമ്മളൊരു പണിക്ക് ഒരാളെ നിർത്താന്ന് വെച്ചോ. ഈ പാത്രം കഴിയുക, എവിടേക്ക് വൃത്തിയാക്കുക, അതിനൊരു ദിവസത്തെ കൂലി ഒരു 500 രൂപയെന്ന് വിചാരിച്ചു. എനിക്ക് അത്രയും തരണം, ഒരു 250 രൂപ തന്നാ മതി. ഓ, 50%. അതെ. പിന്നെ നമ്മൾ ഈ ഷൂ ഒക്കെ പോളിഷ് ചെയ്യാൻ കൊടുക്കണവർക്ക് നമ്മളൊരു 50 രൂപ കൊടുത്തെന്ന് വെച്ചു. എനിക്ക് അത്രയും തരണ്ട, 25 രൂപ തന്നാ മതി. വേറെ ഒന്നും വേണ്ട. അതിപ്പോ ഇതുപോലത്തെ അങ്ങനെ ഒരുപാട് പണിയുണ്ട്. അച്ഛനെ ഷർട്ട് തയ്ക്കുക, ഇവിടേക്ക് ക്ലീൻ ചെയ്യുക, അങ്ങനെ ഓരോ പണിക്ക് എങ്ങനെയാ എനിക്കൊരു 0.5% തന്നാ മതി. ഒരു ഡീലും വേണ്ട. ഇത്രയും കാലവേ ഒരു കൂലിയും വാങ്ങിക്കാതാണല്ലോ ഞാൻ വീട്ടിലെ പണി മൊത്തം ചെയ്തത്. ഇവള് പറഞ്ഞ കണക്ക് നോക്കിയിട്ടാണെങ്കിലേ
ദിവസവും ഞാൻ 5000-6000 രൂപ സമ്പാദിക്കുമല്ലോ ഇവിടുത്തെ പണിയൊക്കെ ചെയ്ത് തീർക്കുമ്പോഴത്തേക്കും. ഒന്നും വേണ്ട, 5 പൈസ ചെലവില്ലാതെ ഞാൻ ഇവിടെ പണി നടത്തിക്കോളാം. അപ്പം കുഴപ്പമില്ല, എനിക്കൊരു 20% തന്നാൽ മതി. 20% തന്നാൽ മതി എനിക്ക്. ഒന്നും പറ്റില്ല, നീ പണി ചെയ്ത് 10% തന്നൂടെ? നടക്കൂല. ഒരു 5% താരവി. ഇല്ലേ? എങ്ങനെയൊക്കെ വിളിച്ചാലും കിട്ടൂല. ഓക്കെ ശരി, എന്നാ വേറൊരു ഡീല് ഞാൻ പറയാം. ഞാൻ ഇവിടുത്തെ പണി മൊത്തം ഞാൻ ചെയ്യാം. അച്ഛന് തോന്നുന്ന പോലെ എന്തെങ്കിലും കുറച്ച് എമൗണ്ട് എനിക്ക് തരൂ. അങ്ങനെ വല്ലതൊക്കെ നോക്കാം. സമ്മതിച്ചാ? സമ്മതിച്ച്. പിന്നെ ജോലി ചെയ്ത് കഴിഞ്ഞാൽ വരമ്പത്ത് കൂലി. എന്തോന്ന്? പണി ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അപ്പൊ തന്നെ കൂലി തരണം. പണി കണ്ടിട്ട് പറ. പണി കണ്ടിട്ട് പറയാം. നിന്റെ പണി എങ്ങനെ, വർക്ക് എങ്ങനെയുണ്ടോ നോക്കിട്ട്. പോയില്ലെങ്കിൽ നട അടയ്ക്കും. ഇവിടെ വർത്താനം പറഞ്ഞോണ്ട് ജയിക്കാൻ പറ്റില്ല. എല്ലാം ചെയ്ത് ക്ലിയർ ചെയ്ത് പണി തീർക്കും. 300 രൂപയെങ്കിലും തരണേ മണി. പിന്നെ പോയി പള്ളി പറഞ്ഞാൽ മതി. ഇവിടുത്തെ പണി മൊത്തം 300 രൂപ ചെയ്യാൻ വയ്യ. ദരിദ്രവാസിയുണ്ടോ ഞാൻ? ഒന്ന് വാ മണി, സമയം പോയി. രണ്ടുപേരും പോണു. അമ്പലത്തിൽ പോണു. അതെ, പിങ്കിയുടെ അടുത്ത് കുറച്ച് പണി ഏൽപ്പിച്ചിട്ടുണ്ട്. അവള് ചെയ്യാൻ പോണില്ല. നീ കുറച്ച് ഹെൽപ്പ് ചെയ്യണേ. രണ്ടുപേരും കൂടെ കിടന്ന് ബഹളം ഉണ്ടാക്കല്ലേ, അടി ഉണ്ടാക്കല്ലേ കേട്ടോ. നടക്ക് അല്ലേ? ടാറ്റാ. പാൽ ബദാമും ഉണ്ട്. ചേച്ചി എന്താ ചേച്ചി ഇങ്ങനെ അന്തിച്ച് നോക്കണേ? എന്റെ ചേച്ചി ഇതൊക്കെ കഴിച്ച് വലിയ ബോക്സിംഗ് ചാമ്പ്യനൊക്കെ ആയാ പിന്നെ ഞാൻ ആരാ? ഞാൻ ചേച്ചിയുടെ അനിയത്തി. അത് പിന്നെ എന്തുവാ ചേച്ചി ഇത്? എന്റെ ദൈവമേ, എന്റെ ചേച്ചി അങ്ങ് ക്ഷീണിച്ച് ഒരുമാതിരി ആയല്ലേ ചേച്ചി? നോക്കട്ടെ. അയ്യോ, കണ്ണൊക്കെ അങ്ങ് ചൂന്നകത്തോട്ട് കേറിപ്പോയടി. ഉള്ളത് പറയാലോ റിങ്കി, നീ ഈ കസേരയിൽ ഇരുന്നിട്ടുണ്ടല്ലോ, ഒരു മിന്നായം പോലെ നിന്നെ എനിക്ക് കാണാവും. അത് നിന്റെ കണ്ണിന്റെ കുഴപ്പാ. കണ്ണിന്റെ കുഴപ്പമാണ് ചേച്ചി. നീ ബോക്സിങ്ങിന് പോവൂലേ, അപ്പൊ നിന്റെ കൂടെ എതിരാളിയായിട്ടുള്ള ആരോ നിന്നെ കണ്ണു വെച്ചു. അത് നീ പറഞ്ഞു ശരിയാ. എന്റെ കൂടെ ഉള്ള ഒരു കൊച്ചുണ്ട്, അഞ്ജന. അവൾ ഇന്നലെ എന്റെ ബോഡി കണ്ടിട്ട് ഭയങ്കര സ്ട്രോങ് ആണ് എന്നൊക്കെ പറഞ്ഞു. അതിനുശേഷം ഭയങ്കര ക്ഷീണം എനിക്ക്. അഞ്ജന തന്നെ, അഞ്ജനയായിരിക്കും കേട്ടോ. അവളെ കണ്ടാ തന്നെ അറിയാം, അവക്ക് കരിങ്കണ്ണാണ്. നിന്നെ അറിഞ്ഞവള് നോക്കിയിട്ടുണ്ട്. അതാണ് നീ ഇങ്ങനെ ഒരുമാതിരി മെലിഞ്ഞു. നീ വിഷമിക്കൊന്നും വേണ്ട കേട്ടോ. ഒരു 200 രൂപ എനിക്ക് തന്നാ മതി. കരിങ്കണ്ണ് മാറുമല്ലേ? പിന്നെ എനിക്ക് തന്നല്ല, ഞാൻ അമ്പലത്തിൽ കൊണ്ടുപോയി പൂജ ചെയ്ത് നിനക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുമല്ലോ, അപ്പൊ നിന്റെ കരിങ്കണ്ണൊക്കെ പോവും. എന്റെ പൊന്നുമോള് പിങ്കി, നിന്നെ ഞാൻ ജനിച്ചപ്പോ മുതൽ കാണാൻ തുടങ്ങിയതാണ്. അവനങ്ങനെയാണല്ലോ. നീ ഇടുന്ന അരിയെ ഈ കളത്തി വേവില്ല. നിന്റെ ഈ നമ്പറൊക്കെ കൈ വെച്ചാ മതി. 200 രൂപ ഞാൻ നിനക്ക് തന്നാ എന്റെ കരിങ്കണ്ണ് അങ്ങനെ മാറണ്ട കേട്ടാ. പുതിയ ഐഡിയ ആയിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. എന്തായാലും ഇതൊക്കെ കൊണ്ട് തന്നില്ലേ, അതിന് താങ്ക്സ്. വന്നോ? എന്തുവായി? എന്റെ വീട്ടിൽ നിന്ന് ഒരു പൈസ പോലും എടുക്കാറില്ല ചേച്ചി. നീ എല്ലാരും തപ്പിയാ? എല്ലായിടത്തും തപ്പി, ഒരു പൈസ പോലും കിട്ടിയില്ല. ഇവിടെ എന്റെ ഇവിടെ ഇല്ലടി. ഞാൻ അരിക്കലത്തിലും സ്നാക്സ് ഇട്ട് വെച്ച പെട്ടിയിലൊക്കെ തപ്പിയായിരുന്നു. അതിനിടയിലൊക്കെ തപ്പിയാ? അത് ചുമ്മാ തപ്പിയത്. ഇപ്പൊ നമുക്കോട്ട് ഒരു വഴി നോക്കണം ചേച്ചി. ഒരു വഴി തെളിഞ്ഞു വരുന്നുണ്ടല്ലോ. എന്താ? ബാ ഞാൻ പറയാം. അതെ, ഞാൻ അതുവഴി പോവാ. എനിക്ക് ഡാൻസ് ക്ലാസ് ഉണ്ട്. നീ വരുന്നില്ലേ ഇപ്പോ? ഇല്ല, എനിക്ക് ഡാൻസ് ക്ലാസ് ഉണ്ട് ചേച്ചി. ബാ പെട്ടെന്ന്. ഞാൻ പറയാം, ബാ. എടി കാർത്തു, നമ്മൾ എന്തായാലും അവിടെ വരെ പോയത് നന്നായിടാ. നിനക്കെന്നാലും എങ്ങനെ അറിയാം അതൊക്കെ? പൊളിച്ച്. ഇതാരും കാണാതെ കൊണ്ടൊന്ന് ഒളിപ്പിച്ച് വെക്കണം. ശരി ശരി ശരി. നീ വരുവോ? ഇല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. ഇന്ന് തിരക്കില്ലാത്തോണ്ട് പെട്ടെന്ന് എനിക്ക് ഇറങ്ങാൻ പറ്റി.
പെട്ടെന്നാ എത്ര സമയം എടുത്തത് എന്തോ അത് വഴിപാടിന് വേണ്ടി വെയിറ്റ് ചെയ്തോണ്ട് ആ ഇത്ര നേരം നിങ്ങൾ എവിടെ പോയിരുന്നു? എടി അമ്പലത്തിൽ വഴിപാടൊക്കെ കഴിഞ്ഞല്ലേ എത്താൻ പറ്റുള്ളൂ, അപ്പൊ സമയം എടുക്കും. കഴിഞ്ഞാ മാമൻ വിളിച്ചാ? ഓ വിളിച്ചിരുന്നു, ഇപ്പൊ വരാന്ന് പറഞ്ഞു. ആ പിന്നെ ചിന്നു വിളിച്ചിരുന്നു, അവള് രാമന്റെ കൂടെ വരുന്നുണ്ട്, ഇപ്പൊ എത്തുന്നു പറഞ്ഞു, എത്താറായെന്ന് പറഞ്ഞു. അതല്ലേ മക്കളെ എല്ലാം സെറ്റ് ചെയ്ത അവിടെ? ഞാൻ ഉള്ളോണ്ട് എല്ലാം സെറ്റ് ചെയ്തു, അല്ലെങ്കിൽ ഇപ്പൊ കാണാൻ. എന്ത് പറ്റി? പിങ്കി നിങ്ങൾ പോയപ്പോ തന്നെ ആ കാത്തൂന്റെ കൂടെ പുറത്ത് കറങ്ങാൻ പോയി. ബെസ്റ്റ്. എന്തോ വലിച്ചു കാരി തിന്നിട്ട് ഇതാ ഇപ്പൊ ഇവിടെ അകത്ത് വന്ന് ഇരിപ്പുണ്ട്. ഇപ്പൊ വന്നേ ഉള്ളൂ അല്ലേ? ഇപ്പൊ വന്നേ ഉള്ളൂ. വഴക്കൊന്നും കൂടിയില്ലല്ലോ? കൂടെ അവളില്ലല്ലോ. എന്നാ നീ ഒപ്പിച്ചല്ലോ കാര്യങ്ങളൊക്കെ ഒരു ഇതാക്കിയാ? ഞാൻ ഒരു ചെറിയ രീതിയിലൊക്കെ സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട്. ആണല്ലോ. എന്തായാലും കാര്യങ്ങൾ പെട്ടെന്ന് വല്ല ബാക്കി ഉണ്ടെങ്കിലേ നമുക്ക് അങ്ങ് ഫ്രീ ചെയ്യാം. വാ. ആ അതെ സർപ്രൈസ് ആയതുകൊണ്ട് വണ്ടി വന്നു, അതാ ഞാൻ നോക്കി ഒരു സൗണ്ട് കേട്ടു. നിങ്ങൾ ഒരുമിച്ച് എത്തിയാ? ഞാനേ ബസ്സിൽ വരാന്ന് പറഞ്ഞാണേ. അപ്പൊ രാമേട്ടൻ പറഞ്ഞ് ഒരുമിച്ച് വരാം. അല്ലേ ഞാൻ പറഞ്ഞത്, അത് നല്ല കാര്യല്ലേ, ഇനി ജീവിതം മൊത്തം ഒരുമിച്ച് പോകേണ്ടവരല്ലേ. പിന്നെ കണ്ട അങ്ങനെ പറഞ്ഞോടാ അണ്ണ അങ്ങോട്ട്. എന്ത് പറ്റി അണ്ണ? അണ്ണ പണ്ടായിരുന്നു ഇങ്ങനെ അല്ലായിരുന്നല്ലേ? ഇവിടെ എന്തെല്ലാം കൊലകാലം ഉണ്ടാക്കി നീ പേരിൽ. പണ്ട് നിന്റെ കയ്യിരിപ്പ് അങ്ങനെ. പിന്നെ പണ്ടത്തെ കാര്യമൊന്നും ഇവിടെ ഇപ്പൊ പറയണ്ട, നീ ഇറങ്ങ്. അതെ അതൊക്കെ വിട്. കേക്ക് മേടിച്ചാ? അയ്യോ നീ മേടിച്ചാ? ഞാനും വാങ്ങിച്ചു. എന്നാ പിന്നെ നിനക്കൊന്ന് വിളിച്ച് പറഞ്ഞുകൂടായിരുന്ന? ചോദിച്ചിട്ട് വാങ്ങിച്ചാ മതിയായിരുന്നു. എന്തോന്ന് ഇപ്പൊ പ്രശ്നം? ഇപ്പൊ 2 കേക്കായില്ലടാ? 2 കേക്ക് അല്ലേ ഉള്ളൂ, അതിനിപ്പോ എന്ത് കല്ലി വല്ലി 2 കേക്ക് കട്ട് ചെയ്യണം. രണ്ടേക്ക് ഒരുമിച്ച് അങ്ങ് നമ്മൾ കട്ട് ചെയ്യുന്നു. ഓ മണിക്കൂട്ടാണ് സന്തോഷമായിക്കോട്ടെ. അത് തന്നെ, ഒട്ടും കുറയ്ക്കണ്ട. അതാണ്. എന്നാ വാ. 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 എന്ത്? ആ ഉണ്ട് ഉണ്ടാക്കി കൊടുക്ക. ഓ അമ്മ അമ്മ അമ്മയാ? നീ ആരമ്മ? ഇവളുടെ അമ്മ. ഹലോ, എന്തോന്ന് അമ്മ? ഞാൻ ഇപ്പൊ ഇങ്ങോട്ട് വന്നേ ഉള്ളൂ. അവരടുത്ത് പോയിട്ട് വരാൻ പറ. ശ്ശെ, ഒരു സ്ഥലത്തും പോകാൻ സമ്മതിക്കൂല. കേക്ക് കേക്ക് എന്ത്? കേക്ക് ഒടിഞ്ഞു. ഞാൻ എന്താ വരുന്നു. ശരി എന്തടാ? ഞാൻ പോയിട്ട് വരാം. പോയിട്ട് വരാനോ? മറ്റേ റേഷൻ കാർഡിന്റെ കാര്യത്തിനും ആള് വന്ന് നിൽക്കും. അത് പിന്നെ വരാ പറ. ഒരു കാര്യം ചെയ്യ്, നീ പോണ്ട, ഞാൻ പോവാം. എന്റെ തമ്മനയിലെണ്ണം വെക്കുവോ? പിന്നെ നമ്മള് പോയിട്ട് വരാ. വേണ്ട, നീ രാമൻ നീ പോയ ശരിയല്ല. പിന്നെ നീ വിടുന്നില്ല, ഞാൻ പോയി ഇവിടെ. നമ്മുടെ ഭാഗത്തുനിന്നേ ആരെങ്കിലും വേണ്ട ഇവിടെ? മണിക്കൂട്ടാണെന്ന് സങ്കടം വരും. ഞാൻ പോവാം. ഒറ്റയ്ക്ക് പോവാനാ? അത് ഞാൻ വേണ്ട. കുഴപ്പമില്ല. എടി, നിന്റെ കൂടെ ഞാൻ വരാം. ഒരു കാര്യം ചെയ്, ആരും പോണ്ട. എടി മക്കളെ ഉപ്പച്ചിയോട് ഒന്ന് പോന്നീ. ഞാനോ? അപ്പം മാമിന്റെ കാര്യത്തിന് ഞാൻ വേണ്ടേ? അത് കുഴപ്പമില്ല, നിങ്ങൾ പോയിട്ട് പെട്ടെന്ന് വരാല്ലോ. എന്നാ നീ വാ. ചെല്ല്, അവള് ഒറ്റയ്ക്ക് വിട്. വേഗം പോയിട്ട് വരേ. വാ. ഇങ്ങട് വാ. ഞാൻ കൂടെ പോയത്, പിന്നെ അവള് പറഞ്ഞ കാര്യം ഉള്ളതാണ്. ഓക്കെ മമ്മി. എന്തോന്നു? ഒന്നല്ല, വാ വാ. ശ്ശോ, വാ, നീ വാ. വരാൻ കണ്ട സമയം. കേറടാ അകത്ത് കേറ്. സൂക്ഷിച്ച്, പെട്ടെന്ന് പറഞ്ഞേ. ആ പിടിയില്ല നിന്റെ കേക്ക്. എല്ലാം കൂടെ പിടിക്കണ്ട. രവിയേട്ടെങ്കിൽ വന്നേ. ഉണ്ടപ്പങ്കി ഉണ്ടപ്പിങ്കിയ ആ ഡെക്കറേറ്റ് ചെയ്തിട്ട് അവിടെ ദാണ്ട 4 റിബണും 3 ബലൂണും. എന്ത് ഇതിന് കുഴപ്പം? ഇത് തന്നെ ഞാൻ എത്ര കഷ്ടപ്പെട്ടിട്ടാണ് ചെയ്തതെന്നറിയോ? ഇതാണോ നീ കഷ്ടപ്പെട്ട് ചെയ്തത്? ആ ഞാൻ എന്റെ ചേച്ചിയും കൂടെ. നീ നിന്റെ ചേച്ചി ഇത് 2 പേര് ചെയ്തത്. ആ എന്താ കുഴപ്പം? അവൾ ഇപ്പോഴും വെറുപ്പിച്ചോണ്ടിരിക്കുന്നു. ഇത് ഇന്നങ്ങനെ കഴിയോ? ഇതെന്തോന്ന്? കേക്ക് നമ്മൾ വാങ്ങിച്ച കേക്ക് നിങ്ങള് കേക്ക് മേടിച്ച? നമ്മൾ 2 വാങ്ങിച്ചു. ഞങ്ങൾ അറിഞ്ഞില്ല മക്കളെ, രാമൻ കേക്ക് വാങ്ങിച്ചിട്ടുണ്ട്, ഞങ്ങളും വാങ്ങിച്ചു സർപ്രൈസ് കൊടുക്കാന്ന് വിചാരിച്ചപ്പോ. ഞാനും മേടിച്ചു കേക്ക്. നീ എന്തിനാ കേക്ക് മേടിച്ചേ? ഞാൻ മാമനൊരു സർപ്രൈസ് കൊടുക്കാന്ന് വിചാരിച്ച് മേടിച്ചത്. ബെസ്റ്റ്. എന്നാ പിന്നെ നീ പറയണ്ടായിരുന്ന? ആ നിങ്ങൾ എല്ലാരും മറന്നുപോയെന്ന് വിചാരിച്ച മാമന്റെ ബർത്ത്ഡേ. ഒരു വാക്ക് പറയാത്ത മാമന്റെ ബർത്ത്ഡേ ഇവിടെ സെലിബ്രേറ്റ് ചെയ്യണുണ്ടെന്ന്. അപ്പൊ ഞാൻ കേക്ക് മേടിക്കുവായിരുന്നു. അണ്ണന്റെ ബർത്ത്ഡേ നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നു. നിങ്ങൾ എല്ലാരും മറന്നുപോയെന്ന് വിചാരിച്ചെന്ന്. അപ്പൊ നീ എന്ത് ഓർമ്മിപ്പിക്കാത്ത? നീ കേക്ക് വാങ്ങി അതൊന്നുമല്ല, പോകുമ്പോ ഇതൊന്നുമല്ല. അവൾ ഒറ്റയ്ക്ക് സർപ്രൈസ് പ്ലാൻ ചെയ്ത ആളാവാൻ നോക്കിയതാണ്. ചീറ്റി പോയത്. അങ്ങനെ തന്നെ. അങ്ങനെ എന്നാലും നിങ്ങൾ കേക്ക് മേടിക്കണ്ടായിരുന്നു. അത് വല്ലാത്ത കഷ്ടമായിപ്പോ. അത് പോട്ട്, ഇപ്പൊ എന്തായാലും വാങ്ങിച്ചല്ലോ. നീ വീർപ്പിച്ച് കേട്ട്. നീ പെടങ്ങണ്ട. അയ്യോ വീർപ്പിച്ച് കേട്ട്. ഡെക്കറേറ്റ് ചെയ്യല്ലോ. ബലൂൺ വീർപ്പിച്ച് ഫുൾ കളിച്ച് നിലക്കാണ്. ആമ ഇപ്പൊ വരുമെന്തോ. പിന്നെ സംസാരിച്ചോണ്ടിരിക്കാതെ മാമൻ വരുന്നുണ്ടോ നോക്കണം. ആ നോക്കാം. പെട്ടെന്ന് ശരിയാക്കി പോയത്. ഒട്ടിക്കണമെങ്കിൽ പെട്ടെന്ന് ഒട്ടിക്കണേ. ദാദാ എന്തായാലും എന്റെ കേക്കാണ് വല്ലതും തോന്നുന്നത്, ഇതെടുത്ത് വെക്കാം. അയ്യോടാ. അത് പണം കട്ട് ചെയ്യല്ലോ. ആ എന്റെ കേക്കേ മാമ മുറിക്കാവൂ കേട്ടോ, ഞാൻ ഇപ്പോഴേ പറഞ്ഞിട്ടുണ്ട്. ഏതെങ്കിലും മുറിച്ചാ പോരെ? ആ അതൊന്നും പറ്റൂല, ഞാൻ കഷ്ടപ്പെട്ട് മേടിച്ച കേക്കാണ്. കഷ്ടപ്പെട്ടെന്ന് പറഞ്ഞാൽ എന്തൊരു ബേക്കറി പോയി ബേക്ക് ചെയ്തെടുത്തു. ഞാൻ എന്റെ ചോര നീരാക്കി മേടിച്ച അപ്പൊ കേക്കാണ്. അതൊന്നും വേണ്ട, ചോര നീരൊക്കെ ഉണ്ടാവില്ല, അത് വേണ്ട. എന്തോന്നു എന്റെ കേക്കിന് മുറിക്കണം, ഞാൻ ഇപ്പോഴേ പറഞ്ഞിട്ട് വേറെ ഒരു അപ്പീലില്ല. മിണ്ടാരി ഏത് കേക്ക് മുറിച്ചാലെന്ത്? ഏതെങ്കിലും കേക്ക് മുറിക്കാന്നല്ലേ? പിന്നെ തീരെ പിന്നെ ഒരു കാര്യം ചെയ്യ്, മാമ 3 മുറിച്ചോട്ട്. ആ പക്ഷെ ആദ്യം എന്റേതേ മുറിക്കാവും.
മക്കളെ നീ എന്റെ വിഷമിക്ക- അതേ മുറിക്കാവോ? മക്കളെ എന്റെ ബർത്ത്ഡേക്ക് നീ കേക്ക് വാങ്ങിച്ചോ, ആദ്യം നിന്റെ കേക്ക് ഞാൻ മുറിക്കും. അയ്യടാ ഉവ്വ. ഏത് കേക്ക് മുറിച്ചാൽ എന്ത് എന്തായാലും എന്റെ കേക്ക് മുറിക്കട്ടെ. നോക്ക് വണ്ടി വരുന്നുണ്ട്, നീ ഇപ്പൊ ശബ്ദം നോക്ക്. വരുന്നു, ശബ്ദം. ശബ്ദം മാമ്പ് വരുന്നു, മാമ്പ് വരുന്നു. മിണ്ടല്ലേ, മിണ്ടല്ലേ. ഒളിച്ചിരിക്കാനാ? ലൈറ്റ് ഓഫ് ചെയ്തല്ല. നല്ല ഐഡിയ, നീ ലൈറ്റ് ഓഫ് ചെയ്യ്. മിണ്ടല്ലേ, ആരും മിണ്ടല്ലേ. ഓ അല്ലെ ഇതെന്താ ലൈറ്റ് ഒന്നും കത്തിക്കാതെ വെച്ചേക്കുന്നത്? കറണ്ട് പോയോ? ഹാപ്പി ആ പുള്ളിയുടെ വീട്ടിൽ ബർത്ത്ഡേ. അതെ, അപ്പൊ എന്റെ ബർത്ത്ഡേ ആയിരുന്നു. പിന്നെ ചുമ്മാ അല്ല നിങ്ങള് നേരത്തെ എന്നെ മാറി മാറി വിളിച്ചോണ്ടിരുന്നത്. അതല്ല പറഞ്ഞ ഇപ്പൊ മനസ്സിലായോ? അപ്പൊ ഹാപ്പി ബർത്ത്ഡേ. അണ്ണൻ എത്ര വയസ്സായി? രാമ, ഈ ബർത്ത്ഡേയുടെ അന്ന് പ്രായം ചോദിക്കാൻ പാടില്ല. പറയണ്ടേ? തന്നെ നാളെ മെസ്സേജ് അയച്ചാൽ ബാഗ് അങ്ങോട്ട് മാറ്റി പോയി. ഇതൊക്കെ കണ്ടോ എന്തൊക്കെ അറേഞ്ച്മെന്റ്സ് ആണ്. കൊള്ളാവോ? കൊള്ളാവോ? സൂപ്പർ ആയിട്ടുണ്ട്, സൂപ്പർ ആയിട്ട്. ഒട്ടും പ്രതീക്ഷിച്ചില്ല അല്ലേ? അയ്യോ ഞങ്ങള് കേക്കൊക്കെ വാങ്ങിച്ചു. കൊണ്ട് കേക്ക് full മുറിക്കാം. set ആണ്. കേക്ക് കട്ടിയപ്പെട്ടു. മോളെ കത്തിയൊക്കെ എന്തി? അയ്യോ നീ എന്താ ഈ മൂടി കെട്ടിയിരിക്കുന്നത്? സംഭവം അറിയാമണ്ണ, അവള് വേറൊരു കേക്ക് വാങ്ങിച്ചു അണ്ണന് സർപ്രൈസ് ആയിട്ട് തരേ. പക്ഷെ അത് ചീറ്റിപ്പോയി. നമ്മളെല്ലാരും കേക്ക് വാങ്ങിച്ചു, അതുകൊണ്ട് വിഷമിച്ചു. എടി മോളെ, ഇതിപ്പം മാമന്റെ ബർത്ത്ഡേ നിങ്ങളെല്ലാം ഓർത്തിരുന്നല്ലോ. അത് മാത്രമല്ല, നീ ചുരുക്കൂട്ടി വെച്ചേക്കുന്ന കാശ് ഉപയോഗിച്ചിട്ട് മാമനൊരു കേക്ക് വാങ്ങിച്ചു തരാനുള്ള മനസ്സ് ഇതിനൊക്കെ ഉണ്ടായല്ലോ. അത് മാത്രം മതി. ഹാപ്പി ബർത്ത്ഡേ മാമ. ഹാപ്പിയായി അവളെ? അതെ, എന്റെ കയ്യില് കാശൊന്നും ഇല്ലായിരുന്നു. പക്ഷെ എന്നാലും ഞാൻ മാമനൊരു ഗിഫ്റ്റ് മേടിക്കണം എന്നാ വിചാരിച്ചേ. പക്ഷെ അത് പറ്റില്ല. അപ്പൊ എനിക്ക് കേക്കേ മേടിക്കാൻ പറ്റുള്ളൂ. പക്ഷെ ഒരു കാര്യം പറയണ്ടേ. എന്താ? ആദ്യം ഞാൻ ഹാപ്പി ആവണമെങ്കിലേ ആദ്യം എന്റെ കേക്ക് തന്നെ മുറിക്കണം. അതിനെന്താ? അതിവിടെ ഉണ്ട്, ഞാൻ മേടിക്കാം, എടുത്തോണ്ട് വരാം. അവളുടെ കേക്കിനെ മുറിച്ചേക്കില്ലെങ്കിൽ ഇനി പരാതിയും പരിഭവവും ഒക്കെ ഉണ്ടാവും. അത് തന്നെ. എടുത്ത് പുറത്തുപോയി. അന്നേരം എടുക്കമ്മ. പക്ഷെ അണ്ണൻ ഇഷ്ടം എന്റെ കേക്കായിരുന്നല്ലേ അണ്ണ? അല്ല, അങ്ങനെയൊന്നുമില്ല. അങ്ങനെയൊന്നുമില്ല, എന്റെ പണിക്കൂടി തന്നെ ഞാനിപ്പോ 3 കേക്ക് ഞാൻ മുറിക്കാം. അതെ അതും കൂടെ എടു. അത് വിട്. എല്ലാം നമുക്ക് നേരത്തെ വെച്ച് മുറിക്കാം. പിന്നെ എന്റെ കേക്ക് ആദ്യം. ഇതല്ലേ എന്റെ കേക്ക്? ആ അല്ല അല്ല, നമ്മുടെ റിങ്കിയും ചിന്നു എന്തി? ചിന്നു ഉണ്ടായിരുന്ന ചിന്നു ഞാൻ കൂടെ ഈ കേക്ക് വാങ്ങിച്ചത്. ആണോ? അതെ, അപ്പച്ചിക്ക് പെട്ടെന്ന് വീട് വരെ പോകേണ്ട ഒരു ചെറിയ അത്യാവശ്യം ഉണ്ടായി. അപ്പൊ പെട്ടെന്ന് ഓട്ടോ കിട്ടാത്തോണ്ട് റിങ്കി അച്ഛന്റെ സ്കൂട്ടർ എടുത്ത് കൊണ്ടാക്കി. എന്നാ മുറിക്കട്ടെ? ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ഡിയർ അണ്ണൻ, ഹാപ്പി ബർത്ത്ഡേ പിടിച്ചോ പിടിച്ചോ. ഹാപ്പി ബർത്ത്ഡേ. തോന്നാല്. ആ ഇതാ ഇതാ കഴിച്ചു. കഴിക്കട്ടെ. അല്ലടി, എന്നാലും എവളീ കഷ്ടപ്പെട്ടുണ്ടാക്കിയ പൈസ ഒക്കെ എടുത്തു വെച്ചിട്ടേ എനിക്ക് കേക്ക് വാങ്ങിച്ചു തന്നല്ലോ. പാവം കൊച്ച്. അതെ, നീ ഇതെങ്ങനെ ഒപ്പിച്ചടി? അത് ഞാനേ ഞാൻ കടം പറഞ്ഞു. ആരോട് കടം പറഞ്ഞ? ആ അത് നമ്മള് മറ്റേ ജംഗ്ഷനിലുള്ള മറിയ ബേക്കറി ഇല്ലേ, അപ്പൊ അവിടെ പോയി അച്ഛന്റെ പേര് പറഞ്ഞു കഴിഞ്ഞാ കേക്ക് കിട്ടുംന്ന് കാർത്തു പറഞ്ഞു. അപ്പൊ കാർത്തുവല്ലേ പറഞ്ഞത്, അത് ഞാൻ അങ്ങ് വിശ്വസിച്ചില്ല. പിന്നെ കൊച്ചു പറഞ്ഞല്ലേ എന്ന് വിചാരിച്ച് അവളെയും കൂടെ കൊണ്ട് ഞാൻ എന്ത് ചെയ്ത് കേക്ക് മേടിക്കാനായിട്ട് പോയി. ഉള്ളത് തന്നെ അച്ഛന്റെ പേര് പറഞ്ഞ ഉടനെ കേക്ക് ഇങ്ങ് എടുത്തു ചോദിച്ചെടുത്ത് നിന്നോ? നല്ല ബെസ്റ്റ്. പിന്നെ കേക്ക് മാത്രം ആക്കണ്ടല്ലോ, അവിടെ വരെ പോയി വെയിലത്ത് നടന്ന് ക്ഷീണിച്ചതല്ലേ. 2 ഷാർജ ഷേക്കും 6 പപ്സും പറഞ്ഞ് 6 അല്ല 2 പറഞ്ഞ് കഴിച്ച്. അപ്പൊ 8 പപ്സ്. അതെ, എത്ര രൂപയായി അവിടെ? മൊത്തം ഒരു 1200 രൂപയെ. അയ്യോ അച്ഛൻ വിഷമിക്കണ്ട, അച്ഛന് സമയം കിട്ടുമ്പം അതിലെ കൂടെ പോവാണെങ്കിൽ കൊടുത്താ മതി. കണ്ട മോളാരെ? അണ്ണനൊരു കാര്യം അറിയാമോ?
അണ്ണനെ ഞെട്ടിക്കണമെന്ന് വിചാരിച്ചാണ് ഈ കൊച്ചു ഇത്രയും കഷ്ടപ്പെട്ട് ഇത്രയും ചെയ്തത്. പക്ഷെ ഞെട്ടി ആളാരാണെന്ന് അറിയാമോ? അയ്യോ അയ്യ